അതിവിശാലമായ കായപ്പരപ്പുകളും കാർഷിക സമൃദ്ധിയും നെഞ്ചേറ്റ് നിൽക്കുന്ന ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം ഗ്രാമം ജൈവ പച്ചക്കറി ഉൽപാദനത്തിന്റെ കാര്യത്തിൽ ഇന്ന് രാജ്യാന്തര ശ്രദ്ധ തന്നെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഗ്രാമത്തിന്റെ കാർഷിക സംസ്കൃതിക്ക് മാറ്റേറ്റാൻ പോന്ന ഒരു കാർഷിക ഭവനമാണ് മാരാരിക്കുളം വളവനാട്ടിലെ ശ്രീമതി ജി രാധാമണി അമ്മയുടെ ഐശ്വര്യ. കാർഷിക വൃത്തിയുടെ ജീവിത ഐശ്വര്യം എന്തെന്ന് തന്റെ വിശ്രമ ജീവിതത്തിലും നമ്മെ പഠിപ്പിച്ചു തരികയാണ് ഒരു റിട്ടയർഡ് അധ്യാപിക കൂടിയായ ഈ കർഷക. 2010 മാർച്ചിൽ തന്റെ വിദ്യാലയത്തിലെ പഠിതാക്കളോടും സഹപ്രവർത്തകരോടും വിട പറഞ്ഞ് വീട്ടിലെത്തിയ രാധാമണിയമ്മ ഏകതാബോധത്തിന് പിടികൊടുക്കാതെ തന്റെ വീടിനോട് ചേർന്ന തൊടിയിൽ ഒരു കാർഷിക വിദ്യാലയം ഒരുക്കുകയായിരുന്നു. കൂടെ മകൻ ജീവനും കൂടി എത്തിയപ്പോൾ അക്ഷരമുറ്റത്തു നിന്നും കൃഷിക്കളത്തിലേക്കെത്തിയ ഈ ടീച്ചറമ്മയ്ക്ക് ആർജവമേറി. അവർക്ക് മുമ്പിൽ പുതിയ പഠിതാക്കളും പരിപോഷകരുമായി എത്തിയത് പൂവാലിയും ചുട്ടികുത്തിയ നന്ദിനിയും മലബാറിയും ജമുനാപ്യാരിയും കാടയും കരിങ്കോഴിയും കുട്ടനാടൻ ചെമ്പല്ലിത്താറാക്കളും മുട്ടക്കോഴികളും പച്ചക്കറി കുടുംബാംഗങ്ങളും തീറ്റപ്പുല്ലും ചോളവുമൊക്കെയായിരുന്നു. ഞാനവിടെ യു പി സ്കൂളിലായിരുന്നു. അത് ഹിന്ദി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. 2010 ഞാൻ പെൻഷനായി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇച്ചിരിയുടെ വിപുലീകരിക്കുക. അന്നുകൊണ്ട് എനിക്ക് 5 പശുക്കളും ആടുകളും ഒക്കെ. ക്ഷീരവികസന വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ഒരു നല്ലൊരു സപ്പോർട്ട്, ഇതിന് മുന്നോട്ട് വരാനുള്ളൊരു താല്പര്യം അവരിൽ നിന്നാണ് ഉണ്ടായത്. സങ്കര ഇനത്തിൽപ്പെട്ട 5 പശുക്കളുമായി ആരംഭിച്ച രാധാമണിയമ്മയുടെ കാർഷിക പ്രവർത്തന തലം ഇന്നേറെ വിപുലമായിരിക്കുമ്പോൾ ഇതിലേറെ പ്രാമുഖ്യം ഗോശാലയ്ക്ക് തന്നെ. HF, സങ്കര ഇനം ജേഴ്സി, ഗീർ, ചെറുവള്ളി, കാസർഗോഡ് കുള്ളൻ എന്നീ ഇനങ്ങളിലായി 24 പശുക്കളും 3 എരുമകളും രാധാമണിയമ്മയുടെ തൊഴുത്തിലുണ്ട്. പാരമ്പര്യവും ശാസ്ത്രീയവുമായ പരിപാലന രീതികളാണ് രാധാമണിയമ്മ തന്റെ പശു വളർത്തലിൽ അവലംബിച്ചു പോരുന്നത്. തൊഴുത്തിലെ ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഈ ടീച്ചറമ്മ ഏറെ ശ്രദ്ധ വയ്ക്കുന്നു. ചാണകവും മൂത്രവും പ്രത്യേകമായി തന്നെ ശേഖരിക്കുന്നു. ഇവ കാലിവളത്തിനും ബയോഗ്യാസിനുമായി ഉപയോഗിക്കുന്നു. ദിവസവും 3 നേരങ്ങളിലായി കാലിത്തീറ്റയ്ക്കൊപ്പം CO3 തീറ്റപ്പുല്ലും ചോളവും നട്ടുപുല്ലും വൈക്കോലും പശുക്കൾക്ക് നൽകിപ്പോരുന്നു. പുൽത്തൊട്ടിയിൽ നിറയ്ക്കുന്ന ജലമാണ് പശുക്കൾ കുടിക്കുക. ഇപ്പം ആകെ എനിക്ക് 24 എണ്ണം ഉണ്ട്. 3 എരുമയും 2 പശുക്കൾ, അതിൻ്റെ കുട്ടികളും 2 എണ്ണം. പിന്നെ കറവക്കാർ 13 പേര്. കറക്കാത്ത പശുക്കളും ഉണ്ട്. അതിൽ നാടൻ പശുക്കളൊരു 5 പേര്, 6 പേര് നാടൻ പശുക്കളുണ്ട്. അങ്ങനെ അതുങ്ങളിൽ നിന്ന് 2 നേരവും കൂടെ എനിക്ക് 210 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. 2 നേരത്തെ തീറ്റയും 2-3 നേരം വെള്ളവും അങ്ങനെയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ചുകൂടെയൊക്കെ വിപുലീകരിച്ച് ചെയ്യാൻ ആധുനീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് മിൽക്കിംഗ് മെഷീനാണ് കൂടുതലും കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് ഉപകരിക്കുന്നത്. കാരണം കൂലിയും കറവക്കാരുടെ രീതിയും അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി മിൽക്കിംഗ് മെഷീനിൽ സഹായിയായിട്ടൊരു പയ്യനുണ്ട്. തീറ്റപ്പുല്ലിൻ്റെ ഇനത്തിൽപ്പെട്ട CO3, CO4, പിന്നെ ഗിനി ഗ്രാസ് ഉണ്ട് പഴയ. കൂടാതെ 2 ദിവസത്തിലൊരിക്കൽ വൈക്കോല് ആണ് മിങ്കിൾ ചെയ്ത് കൊടുക്കുന്നത്. കാര്യമായ അസുഖങ്ങളൊന്നും പശുക്കളിൽ കണ്ടുവരുന്നില്ലെങ്കിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി മൃഗസംരക്ഷണ വകുപ്പും രാധാമണിയമ്മയെ സഹായിച്ചു പോരുന്നു. പശു, എരുമ, ആട്, കോഴി, താറാവ്, കാട ഇങ്ങനെ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സഡ് ഫാമിംഗ് ആണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. നമ്മുടെ നിർദ്ദേശങ്ങളെല്ലാം നല്ലപോലെ അനുസരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല ലാഭകരമായ രീതിയിൽ തന്നെ ഫാം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഹീറ്റ് ഡിറ്റക്ഷൻ, അതുപോലെ അസുഖം, ഇതിനെല്ലാം പ്രത്യേക ശ്രദ്ധ ടീച്ചറും മകനും ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും മാത്രമല്ല, അധ്വാനിക്കാനുള്ള
മനോഭാവം അവർക്ക് രണ്ടുപേർക്കും ഉള്ളതുകൊണ്ട് ആണ് ഇത് മുമ്പോട്ട് പോകുന്നത്, നല്ല ലാഭകരമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല മിൽക്കിംഗ് മെഷീനുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഫാം എപ്പോഴും വളരെ വൃത്തിയായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ റേഷൻ, പശുക്കൾക്ക് കൊടുക്കുന്ന റേഷനും വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് മൃഗസംരക്ഷണ വകുപ്പിന് തന്നെ അഭിമാനകരമായ രീതിയിലുള്ളൊരു ഫാം നടത്താനായിട്ട് ഇവർക്ക് സാധിക്കുന്നു. ദിവസവും 2 നേരമാണ് കറവ. കറവ യന്ത്രം ഉപയോഗിച്ചാണ് പശുക്കറവ നടത്തുക. 13 കറവ പശുക്കളിൽ നിന്നും ദിവസേന 210 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കപ്പെടുന്നു. അല്പം കാലിത്തീറ്റ നുണഞ്ഞ് കറവയന്ത്രത്തിലേക്ക് പാൽ ചുരത്തുകയെന്നത് ടീച്ചറുടെ പശുക്കൾക്ക് ഒരു ശീലമായി മാറിയിരിക്കുന്നു. വീട്ടിലെത്തുന്ന ആവശ്യക്കാർക്കുള്ള പാൽ വിതരണത്തിന് ശേഷം വരുന്ന പാൽ മിൽമ ഡയറിയിലേക്കും ക്ഷേത്രത്തിലേക്കും നൽകുന്നു. രണ്ടേക്കറോളം വരുന്ന തൊടിയിലെ രാധാമണി അമ്മയുടെ അടുത്ത സംരംഭം ആടുവളർത്തലാണ്. മലബാറി, ജമുന, പ്യാരി ഇനത്തിൽപ്പെടുന്ന 20ഓളം ആടുകളാണ് ശാസ്ത്രീയമായി തയ്യാറാക്കിയ ആട്ടിൻകൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് ടീച്ചറമ്മയുടെ സ്നേഹം കവരുന്നത്. കുറ്റിച്ചെടികളും തീറ്റപ്പുല്ലും പച്ചക്കറി അവശിഷ്ടങ്ങളും യഥേഷ്ടമുള്ളതിനാൽ ആടുകൾക്ക് ആഹാരമേറെ. ആവശ്യക്കാർ വീട്ടിലെത്തി വാങ്ങുന്നതിനാൽ ആടുകളുടെ വിപണന മേഖലയും ടീച്ചർക്ക് പ്രശ്നമാകുന്നില്ല. 6 മാസത്തിൽ എങ്ങനെയാണെങ്കിലും 2 ആടുകളെ വീതം എനിക്ക് കുഞ്ഞാടുകളെ കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ളത് ഉണ്ടെങ്കിൽ KVK ചോദിച്ചിട്ട് 10, 20, 10, 5 ഒക്കെ ആടുകളെ അവർ കൊണ്ടുപോകാറുണ്ട്. കാട വളർത്തൽ പദ്ധതി പ്രകാരം ലഭിച്ച കാടക്കുഞ്ഞുങ്ങളും കൂടെയുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളും ടീച്ചറമ്മയുടെ സാന്നിധ്യത്തിൽ സന്തോഷപരിതർ തന്നെ. ടീച്ചറുടെ കുട്ടനാടൻ ചാര, ചെമ്പല്ലി ഇനങ്ങളിൽപ്പെട്ട താറാവുകളാണ് ഉൾനാടൻ മത്സ്യങ്ങൾ നീന്തുന്ന മീൻകുളത്തിന് മുകളിൽ തീർത്ത കൂടിനുള്ളിൽ കലവില കൂട്ടുന്നത്. ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ച ഈ കൂട്ടിനുള്ളിലെ തീറ്റയുടെ അവശിഷ്ടങ്ങളും താറാവിന്റെ കാഷ്ടവും കുളത്തിലെ മീനുകൾക്ക് ആഹാരവുമാകുന്നു. താറാവ് 20 എണ്ണം ഉണ്ട്. 10 പേരിൽ 8 പേര് ഇപ്പം മുട്ടയിടുന്നു. ചാര, ചെമ്പല്ലി ഇനത്തിൽപ്പെട്ടതായിരുന്നു എനിക്ക് KVK തന്നത്. എൻ്റെ പഴയത് നാടൻ താറാക്കളുണ്ടായിരുന്നു. പക്ഷേ ഇത് വന്ന ശേഷം അതുങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തിയെടുത്ത് വിരിച്ചെടുത്തതാണ്. അടുത്ത 10 എണ്ണം ഉണ്ട്. താറാമുട്ടയ്ക്കാണ് ആളുകൾ താറാമുട്ടയ്ക്കും കാടമുട്ടയും കഴിഞ്ഞിട്ടേ കോഴിമുട്ട എല്ലാവരും ചോദിക്കാറുള്ളൂ. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് ഇവിടെ ഒരു താറാവിൻ്റെ കൂടുണ്ടാക്കി. ആ കൂടെന്ന് പറയുന്നത് പ്രത്യേക ഒരു രീതിയിൽ ഉണ്ടാക്കിയതാണ്. അതായത് PVC പൈപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം ഈ PVC പൈപ്പ് കൊണ്ട് കൂടുണ്ടാക്കുമ്പം അത് മറ്റുള്ള സാധാരണ പലക കൊണ്ടോ അല്ലെങ്കിൽ പൈപ്പ് കൊണ്ടോ കൂടുണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അത് ദ്രവിച്ചു പോകും. അതുകൊണ്ട് ഈ PVC പൈപ്പ് കൊണ്ട് കൂടുണ്ടാക്കുമ്പം അത് കുറേ വർഷത്തേക്ക് ലാസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൂടിൻ്റെ മെറ്റീരിയൽസ് കൊടുക്കുകയും അവർ തന്നെ അതുകൊണ്ട് ഒരു കൂടുണ്ടാക്കുകയും അതുപോലെ തന്നെ താറാവ്, അതായത് കുട്ടനാടൻ താറാവായ ചാരയും ചെമ്പല്ലിയും വർഗത്തിൽപ്പെട്ട താറാവിനെയാണ് 20 എണ്ണം കൊടുത്തത്. അതുപോലെ തന്നെ മീൻ, കാർപ്പ്, അതുപോലെ തന്നെ റെഡ് ബെള്ളി വർഗത്തിൽപ്പെട്ട മീൻ കുഞ്ഞുങ്ങളെയും അവിടെ കുളത്തിൽ നിക്ഷേപിക്കുകയും അപ്പോൾ 1 വർഷം കഴിയുമ്പം മീൻ കുഞ്ഞുങ്ങളെ ഹാർവെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ താറാവ് ദിവസ വരുമാനത്തിന് വേണ്ടി താറാവ് ഡെയിലി 15 മുതൽ 17 മുട്ട വരെ ഇടുകയും അങ്ങനെ ഒരു നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യും. താറാവുകൾക്കൊപ്പം ഉത്പാദനശേഷിയുള്ള ഗ്രാസി, ഗ്രാമപ്രിയ ഇനങ്ങളിൽപ്പെട്ട മുട്ടക്കോഴികളും രാധാമണിയമ്മ ടീച്ചറുടെ വീട്ടിലെ വലക്കൂട്ടിൽ നിത്യേന മുട്ടയിടുന്നു. പാൽ വാങ്ങാനായി എത്തുന്ന നാട്ടുകാർ തന്നെയാണ് താറാവ് മുട്ടകളുടെയും കോഴിമുട്ടകളുടെയും പ്രധാന ഉപഭോക്താക്കൾ. ഔദ്യോഗിക ജീവിതത്തിന് മനുഷ്യൻ പറ്റിയെങ്കിലും അതറിയാത്ത രീതിയിൽ അമ്മ കാർഷിക വൃത്തിയിലോട്ട് ഇറങ്ങി. അപ്പോൾ അതിന് എനിക്കും സന്തോഷമുള്ളൊരു ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ എല്ലാ കാര്യത്തിലും ഞാൻ അമ്മയെ ഒരുപോലെ തന്നെ നിന്നിട്ട് പോകുന്നു. പക്ഷേ ഞാൻ ജോലിക്ക് പോയി കഴിയുമ്പോഴുള്ള സമയങ്ങളിൽ അമ്മ തന്നെയാണ് മുഴുവൻ ചെയ്യുന്നത്. രാവിലെ 3:45 ഞങ്ങളുടെ പശുവിൻ്റെ പരിപാടികൾ തുടങ്ങിയാണ്. പശുവിൻ്റെ കറവ കഴിഞ്ഞ് അവരുടെ തീറ്റയും കൊടുത്ത് വരുമ്പോഴത്തേക്ക് 6:30-7 മണിയാവും ആഹാരം കൊടുത്ത്.
അതിനുശേഷം ബാക്കിയുള്ള അപ്പോഴത്തേക്ക് നമ്മുടെ കൂടെ ഒരാൾ സഹായത്തിനുണ്ട്. പുള്ളി 6 മണിയോടുകൂടി എത്തുന്നു. പുള്ളി വന്നു കഴിഞ്ഞാൽ പശുവിൻ്റെ പരിപാടിയിലോട്ട് പുള്ളിയാകുന്നു. ഞങ്ങൾ മറ്റു കൃഷിയുടെ രീതിയിലോട്ട് മാറുന്നു. ആടിൻ്റെയും കാടയുടെയൊക്കെ പരിപാടി ഞങ്ങൾ ചെയ്യുന്നു. 9:30 എനിക്ക് പോകുന്നവരെയുള്ള കാര്യങ്ങൾ ഞാൻ അമ്മയെ ആ രീതിയിലാണ് അമ്മയുടെ കൂടെ നിൽക്കുന്നത്. വൈകുന്നേരം 5:30 ശേഷമേ ഞാൻ എത്തുകയുള്ളൂ. അപ്പോഴത്തേക്ക് ഉച്ചത്തെ കറവുകളെല്ലാം കഴിഞ്ഞ് പശുവിൻ്റെ ഇത് കഴിയും. അതിനുശേഷം ഞങ്ങൾ 7 മണി വരെ കൊണ്ട് ഞങ്ങളുടെ സാധാരണ ദിനങ്ങൾ കഴിയാറുണ്ട്. രാധാമണിയമ്മ ടീച്ചറുടെ തൊടിയോട് ചേർന്ന് കിടക്കുന്ന 1 ഏക്കർ നിലം നെൽകൃഷിക്കായുള്ളതാണ്. കൂട്ടുമുണ്ടകൻ പോലുള്ള അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നതിനാണ് ടീച്ചർക്ക് താല്പര്യം. വയലോരത്ത് CO3 പുല്ലും മക്കച്ചോളവും മല്ലിച്ചോളവും വളർന്നു നിൽക്കുന്നു. പോഷകസമൃദ്ധമായ ഈ ഇനങ്ങളെ ടീച്ചർ പരിപാലിക്കുന്നത് തന്റെ സ്വന്തം പശുക്കൾക്ക് വേണ്ടിയാണ്. 1 ഏക്കർ നെൽകൃഷി ഉണ്ട്. പിന്നെ അടുത്ത് അനിയത്തിമാരുടെയൊക്കെ ഉള്ളത് കൊണ്ട് അതുങ്ങളോട് ചേർത്ത് ചെയ്യുന്നുണ്ട്. അതിൽ ഇത്തവണ ഞാൻ കൃഷി ഓഫീസർ തന്ന ഉമ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നിട്ട് കരവിത്തായിട്ട് ഇടാൻ പറഞ്ഞിട്ട് എനിക്കത് ഇട്ടിട്ട് ഫലപ്രദമാകാത്തത് കൊണ്ട് ഇത്തവണ ഒരു നിലത്തിൽ ഉമയിട്ട് ഏകദേശം നല്ല രീതിയിൽ അതിന് വിളവ് കിട്ടി. ഉമയും വിരിപ്പ് നെല്ലുമാണ് ഇട്ടത് ഞാൻ. സഹോദരങ്ങളുടെ കൂടെ സ്ഥലത്ത് 1.5 ഏക്കർ സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷിയുണ്ട്. അപ്പോൾ ഒരു 15 ദിവസം ഇവർക്ക് കൊടുക്കാനുള്ള പുല്ല് എനിക്കുണ്ട്. ചോളം എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പശുക്കൾക്ക് അത് പൂക്കുന്ന സമയത്ത് അതിനെ ചെത്തി പശുക്കൾക്ക് കൊടുക്കുക ചെയ്യുന്നത്. അത് എനിക്ക് ഒരു നല്ല ഒരു ദിവസത്തെ 700 രൂപയുടെ ലാഭം ആ ചോളത്തിന് ഒരു 10 ദിവസം കൊടുക്കാനുള്ള ചോളം എനിക്ക് കിട്ടും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇതുങ്ങളെ പിടിച്ചു നിൽക്കുന്നതിനുള്ളൊരു കാര്യം. നമ്മളുടെ സ്വയം പ്രയത്നവും ആ ഒരു പയ്യൻ മാത്രമേ നമുക്ക് സഹായിക്കാനുള്ളൂ. കറവക്കാർക്കൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ നമ്മൾ പിടിച്ചു നിന്ന് പോകുന്നു എന്നുള്ളതല്ല. പിന്നെ വെറ്റില കൊടി അത് ഉണ്ടായിരുന്നു, 13 തണ്ട് ഉണ്ടായിരുന്നു, പോയി ഇപ്പം പിടിച്ചു വന്നിട്ടുണ്ട്. എന്നാലും അതും തരുന്നു. ആഴ്ചയിൽ ഒരു 20 രൂപ 25 രൂപയുടെ വെറ്റില അതും തരുന്നുണ്ട്. പച്ചക്കറിയാണ് രാധാമണിയമ്മ ടീച്ചറുടെ അടുത്ത പ്രധാന കാർഷിക വിള. മത്തൻ, വെണ്ട, വഴുതന, പാവൽ, പയർ, പടവലം, മുളക് തുടങ്ങിയ ഇനങ്ങൾ നല്ല കായ്ഫലം തന്നെ ടീച്ചർക്ക് നൽകി പോരുന്നു. നേന്ത്രൻ, പൂവൻ, പാളയംകോടൻ, റോബസ്റ്റ തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട വാഴകളെല്ലാം തന്നെ ടീച്ചറുടെ കൃഷിത്തൊടിയിലുണ്ട്. പച്ചക്കറി കൃഷിയിൽ മഴക്കാലത്ത് സംഭവിക്കുന്ന കാർഷിക വീഴ്ചയെ പ്രതിരോധിക്കാനായി രാധാമണിയമ്മ ടീച്ചർ മഴമറ കൃഷിയിലേക്കും കടന്നു. പൂർണ്ണമായും ജൈവകൃഷി രീതിയാണ് രാധാമണി ടീച്ചർ അവലംബിച്ചു പോരുന്നത്. ചാണകവും ചാണക സ്ലറിയും പ്രധാന വളമായി വിളകൾക്ക് നൽകുന്നു. കീടരോഗബാധയെ ചെറുക്കാൻ കാന്താരി കഷായം, വേപ്പിൻ പിണ്ണാക്ക്, ഫിഷ് അമിനോ ആസിഡ്, സ്യൂഡോമോണസ് തുടങ്ങിയ ജൈവ കീടനാശിനികൾ പ്രയോഗിക്കുന്നു. ഒപ്പം ഗോമൂത്രവും പച്ചിലകളും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു ജൈവ കഷായവും ടീച്ചറിന്റെ വകയായി ഇതിനുണ്ട്. മഴമറ കൃഷിയായപ്പോഴാണ് എനിക്ക് കൂടുതൽ നിത്യതയ്ക്കുള്ള എല്ലാം കിട്ടുന്നത് മഴമറ കൃഷിയിലൂടെയാണ്. ഞാൻ തീർത്തും പശുക്കളെ ആശ്രയിച്ചുള്ള കൃഷിയാണ് നടത്തുന്നത്. അതിൽ ജീവാമൃതം ഗാന്ധി സ്മാരകത്തിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട്. ഇവിടെ മാരാരിക്കുളം ഗാന്ധി സ്മാരകത്തിൻ്റെ ഒരു നല്ല സപ്പോർട്ട് എനിക്കുണ്ട്. അവിടെ നിന്ന് ജീവാമൃതവും ബീജാമൃതമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നു. ജീവാമൃതവും ഞാൻ ഉണ്ടാക്കുന്നു. പക്ഷേ സ്യൂഡോമോണാസും ട്രൈക്കോഡെർമയും അവിടെ നിന്നാണ് വാങ്ങുന്നത്. കരിഞ്ഞോട്ട, എരിക്ക്, പാവട്ട, കാഞ്ഞിരം, പിന്നെ തുളസിയില, അങ്ങനെയുള്ള ഏതെങ്കിലും, പിന്നെ ഞാനിപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചാന്ന് പറയുന്നൊരു സാധനം കൂടെ ഒഴിക്കാറുണ്ട്. അതും കൂടെ ഇട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 ദിവസം കഴിയുമ്പോൾ തന്നെ തിരുമ്മി അതിനോട് ചേർത്ത് ആ കൊന്ത് കളഞ്ഞ ശേഷം അത് അരിച്ചെടുത്ത് തളിച്ചാൽ ഈ കൊച്ചു പാവൽ, പയർ, വെണ്ട മുതലായവയുടെ കുറച്ച് ഇലചുരുട്ടിപ്പുഴുക്കളൊക്കെ മാറുന്നു. കുറച്ചെന്നല്ല, ഒരു ഏകദേശം മാറുന്നുണ്ട്. ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഒരു പൊട്ടെങ്കിലും ഒരു വിത്തിലുണ്ടാവും. അത് കണ്ടാൽ അറിയാൻ പറ്റും. വാഴയ്ക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്.
പിന്നെ അത് ഉപയോഗിക്കും. പിന്നെ ചാണകവും മൂത്രവും അന്നന്നത്തെ പുതിയ ചാണകവും മൂത്രവും കലക്കി അതിൻ്റെ തെളി ഊറ്റി അതിനൊരു 3 ഇരട്ടി വെള്ളവും ചേർത്ത് നമ്മൾ അരിച്ച് തളിച്ചാൽ കുറച്ച് കീടനാശിനിയാണ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ജൈവ കൃഷി രീതിയാണ് ടീച്ചർ പിന്തുടരുന്നത്. നെൽകൃഷിയിൽ കൂട്ടുമുണ്ടകനും ഊമയും കൃഷി ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ ചോളം ചെയ്യുകയും പശുവിനുള്ള തീറ്റകളും എല്ലാം തന്നെ സ്വന്തം പുരയിടത്തിൽ തന്നെ പുൽകൃഷി ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പച്ചക്കറി കൃഷി മഴമറ കൃഷി തന്നെ ടീച്ചർ പിന്തുടരുന്നുണ്ട്. മഴമറ KVKയുടെ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് മഴമറ ചെയ്തിരിക്കുന്നത്. ടീച്ചർ നമ്മുടെ കൃഷിഭവന്റെ കീഴിൽ പച്ചക്കറിയുടെ ക്ലസ്റ്ററിലെ തന്നെ ഒരു മുഖ്യ അംഗമാണ്. പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ടീച്ചർ. അത് മാത്രമല്ല ഇതിന് ആത്മ സ്കീമുമായിട്ട് സഹകരിച്ച് വിവിധ പ്രദർശന തോട്ടങ്ങൾ ചെയ്യുന്നതിനും എല്ലാം ടീച്ചർ വളരെയധികം സഹായിക്കുന്നുണ്ട്. ടീച്ചറും കുടുംബാംഗങ്ങളും എല്ലാവരും ഉൾപ്പെടെ ആണ് കൃഷി രീതികളെല്ലാം ചെയ്യുന്നത്. പച്ചക്കറി കൂടാതെ ട്യൂബർ ക്രോപ്സ്, അതായത് കിഴങ്ങു വർഗ്ഗങ്ങളും മറ്റ് വാഴ തുടങ്ങിയ ഫ്രൂട്ട് ക്രോപ്സ് എല്ലാം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ടീച്ചർ ഇവിടെ കുടുംബാംഗങ്ങളും എല്ലാവരും കൂടെ ഉൾപ്പെട്ട ഒരു കുടുംബ കൃഷിക്കും ഒരു സംയോജിത കൃഷിക്കും കൂടിയുള്ള ഒരു ഉത്തമ മാതൃകയാണ് ടീച്ചറുടെ കൃഷിത്തോട്ടം. രാധാമണിയമ്മ ടീച്ചറുടെ ഈ കാർഷിക താൽപര്യം അതിന്റെ പരമോന്നതിയിലെത്തിക്കുന്നതിലും പരിപൂർണ വിജയത്തിലെത്തിക്കുന്നതിലും ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം ഒരു സുപ്രധാന പങ്ക് തന്നെ വഹിക്കുന്നു. പാലിനൊപ്പം പാലിൽ നിന്നും നെയ്യ് വേർതിരിച്ചെടുത്ത് അതിനും ഒരു വിൽപ്പന സാധ്യത ഒരുക്കുന്നതിനായി ക്രീം സെപ്പറേറ്റർ എന്ന ഉപകരണവും കൃഷി വിജ്ഞാന കേന്ദ്രം രാധാമണിയമ്മ ടീച്ചർക്ക് സമ്മാനമായേകി. സമയം കിട്ടുമ്പോഴൊക്കെ കുടുംബാംഗങ്ങളും രാധാമണി ടീച്ചറെ കൃഷിയിൽ സഹായിച്ചു പോരുന്നു. കൃഷിയോടുള്ള ആഭിമുഖ്യവും അതിനായി മാറ്റിവെക്കുന്ന അല്പം പ്രയത്നവേളകളും മാത്രം മതി കാർഷിക വൃത്തി വിജയത്തിലെത്തിക്കാനാവുമെന്ന് മാരാരിക്കുളത്തെ ഈ ടീച്ചറമ്മ പറയുമ്പോൾ അത് ഇന്നത്തെ നമ്മുടെ കാർഷിക സാമൂഹിക അവസ്ഥയിലേക്കുള്ള ഒരു സന്ദേശം കൂടിയായി മാറുന്നു. നല്ല വരുമാനമുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ പെൻഷൻ ഞാൻ എടുക്കുന്നില്ല. അത് എടുക്കേണ്ടാത്ത ഒരവസ്ഥയിൽ എനിക്കെല്ലാം തരുന്നത് എൻ്റെ പശുക്കളാണ്. അവരെ നോക്കുന്നെന്ന് കരുതി എനിക്കൊരു നഷ്ടവുമില്ല. ഇപ്പം എല്ലാത്തിനും ഇടക്കറവ കാലമായി. എന്നിരുന്നാൽ പോലും എൻ്റെ പെൻഷൻ മിച്ചമാണ്. ഒരാണ്ടിൽ എനിക്ക് എല്ലാം തരം തെങ്ങിൻ്റെ ആണെങ്കിലും വാഴയുടെ എല്ലാം കൂടെ എങ്ങനെയാണെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ പോലും ഒരു 1.5 ലക്ഷം രൂപ എനിക്ക് കിട്ടും. ഒന്നും ചെയ്യാതെ ഞങ്ങളുടെ മുഴുവൻ ആഹാരവും അവരെ കൊണ്ട് കഴിച്ചിട്ട് എല്ലാ പ്രവണതകളും എല്ലാ സാധനങ്ങളും അവരെ കൊണ്ട് തന്നെയാണ്. അധ്യാപക വൃത്തിയിൽ നിന്നും വിരമിച്ച് കാർഷിക വൃത്തിയെ ഹൃദയത്തിലേറ്റിയ ഈ ടീച്ചറമ്മ ഇന്ന് സദാ ജാഗരൂകയാണ്. ആ ശ്രദ്ധ തന്റെ കാലിത്തൊഴുത്തിലും പക്ഷിക്കൂടുകളിലും വിളഭൂമിയിലും മാത്രമാണ്. ഒരു വിളി കേട്ടാൽ ഈ അമ്മ പായുകയാണ് തന്റെ അരുമകളുടെ അടുത്തെത്താൻ, അവർക്കായി വാത്സല്യത്തിന്റെ അമൃതം ചുരത്താൻ. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता।
നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുതിയ സംരംഭക ആശയങ്ങൾ വികസിപ്പിക്കുന്നതിന് അഗ്രോ പാർക്ക്. കരകൃഷി യന്ത്രവൽക്കരണത്തെക്കുറിച്ച് പരിശീലനം. വിശദമായ കാർഷിക വാർത്തകളിലേക്ക്. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ, കിൻഫ്ര, സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ജില്ലാ വ്യവസായ കേന്ദ്രം, കാർഷിക സർവകലാശാല എന്നിവയുടെ സഹായത്തോടുകൂടി കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ അഗ്രി ഫുഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററാണ് പിറവം കേന്ദ്രമായ അഗ്രോ പാർക്ക്. കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും നവീന സംരംഭക ആശയങ്ങൾ വികസിപ്പിക്കുന്നതിനും ഇടമൊരുക്കിയാണ് അഗ്രോ പാർക്കിന്റെ ലക്ഷ്യം. സ്വന്തമായി സംരംഭമെന്ന ആശയവുമായി അഗ്രോ പാർക്കിൽ എത്തുന്നവർക്ക് സ്ഥലവും സൌകര്യവും ഓഫീസും സാങ്കേതിക വിദ്യയും പരിശീലനവും വായ്പാ സൌകര്യവും സീഡ് ഫണ്ടിങ്ങുമെല്ലാം ലഭ്യമാക്കും. റബ്ബർ പാലിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ പാലിൽ ചേർക്കേണ്ട ഘടകങ്ങൾ, ലാറ്റക്സ് കോമ്പൌണ്ടിംഗ്, ഗുണമേന്മ നിയന്ത്രണവും ടെസ്റ്റിംഗും തുടങ്ങിയവയിലുള്ള പരിശീലനം നവംബർ 4 മുതൽ 6 വരെ കോട്ടയത്തുള്ള റബ്ബർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്നു. 5000 രൂപയാണ് പരിശീലന ഫീസ്. കൂടുതൽ വിവരങ്ങൾക്ക് 048123533225 എന്ന നമ്പറിൽ വിളിക്കുക. ഇമെയിൽ training@rubberboard.org.in. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തൃശൂർ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കരകൃഷി യന്ത്രവൽക്കരണത്തെക്കുറിച്ച് പരിശീലനം നൽകുന്നു. 2015 ഒക്ടോബർ 27 ആരംഭിക്കുന്ന പരിശീലന പരിപാടിയിൽ 20 പേർക്ക് പ്രവേശനം നൽകും. 20 ദിവസമാണ് പരിശീലന കാലാവധി. കൂടുതൽ വിവരങ്ങൾക്ക് 0487370726 എന്ന നമ്പറിൽ വിളിക്കുക. ജൈവ പച്ചക്കറി വിൽക്കുന്നതിന് ഹോർട്ടികോർ പ്രത്യേക കൌണ്ടറുകൾ ആരംഭിക്കും. നാട്ടിലെ കർഷകരിൽ നിന്നുള്ള പച്ചക്കറികൾ ശേഖരിച്ച് കൂടുതലായി വിപണനം നടത്തുന്നതിന് 140 പുതിയ വിൽപ്പന കേന്ദ്രങ്ങൾ തുറക്കാനും തീരുമാനമായിട്ടുണ്ട്. തിരുവനന്തപുരം വെള്ളായണി തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് രോഗവിമുക്തമായ തേനീച്ച കോളനികൾ ലഭ്യമാണ്. തേനീച്ച കോളനികൾ ആവശ്യമുള്ള കർഷകർ മുൻകൂർ പണമടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 047123844422. ക്ഷീരവികസന വകുപ്പിന്റെ ഓച്ചറയിലുള്ള പരിശീലന കേന്ദ്രത്തിൽ 26 മുതൽ 31 വരെ പശു വളർത്തലിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീ 10 രൂപയാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 26 രാവിലെ ഓച്ചറ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 10400 രൂപ, കോഴിക്കോട് 11400 രൂപ, തൃശൂരിൽ 10350 രൂപ. കൊപ്ര കൊച്ചിയിൽ 7035 രൂപ, കോഴിക്കോട് 7450 രൂപ, തൃശൂരിൽ 7070 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 64300 രൂപ, ഗാർബിൾഡ് 67300 രൂപ. ചുക്ക് മീഡിയം 18500 രൂപ, ബെസ്റ്റ് 20000 രൂപ. മഞ്ഞൾ സേലത്ത് 7700 രൂപയും ഈറോഡിൽ 8000 രൂപയും. അടയ്ക്ക പുതിയത് 24000-നും 25000-നും മതി. കൊച്ചിയിൽ റബ്ബർ 5ാം ഗ്രേഡ് 11200 രൂപ, 4ാം ഗ്രേഡ് 11400 രൂപ. കോട്ടയത്ത് റബ്ബർ 5ാം ഗ്രേഡ് 11200 രൂപ, 4ാം ഗ്രേഡ് 11400 രൂപ. കമ്പോള നിലവാരം കൊച്ചി മാർക്കറ്റിൽ. വെളിച്ചെണ്ണ 10400 രൂപ, കൊപ്ര 7035 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, റോട്ടറി 2400 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് 64300 രൂപ, ഗാർബിൾഡ് 67300 രൂപ. ചുക്ക് മീഡിയം 18500 രൂപ, ബെസ്റ്റ് 20000 രൂപ. അടയ്ക്ക പുതിയത് 24000-നും 25000-നും മതി. ജാതിക്ക തൊണ്ടൻ 200-നും 220-നും മതി. തൊണ്ടില്ലാത്തത് 380-നും 400-നും മതി. ജാതിപത്രി 500-നും 850-നും മതി. ഗ്രാമ്പു 750 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11200 രൂപ, 4ാം ഗ്രേഡ് 11400 രൂപ. ഒട്ടുപാൽ 7700 രൂപ, ലാറ്റക്സ് 8300 രൂപ. കമ്പോള അവലോകനം. നവരാത്രി അവധി ദിനങ്ങൾ മുന്നിൽ കണ്ട് കർഷകരും സ്റ്റോക്കിസ്റ്റുകളും കൈവശമുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് ഇറക്കാൻ ഉത്സാഹിച്ചു. ഗ്രാമീണ മേഖലകളിലെ ചെറുകിട വിപണികളിൽ നിന്ന് പതിവിലും കൂടുതൽ ചരക്കെത്തി. ദീപാവലി അടുത്തതോടെ വെളിച്ചെണ്ണയ്ക്ക് ഉത്തരേന്ത്യൻ ആവശ്യം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ ഉയർന്നതിനൊപ്പം കൊപ്ര വിലയും വർദ്ധിച്ചു.
പ്രമുഖ ടയർ നിർമ്മാതാക്കൾ കോട്ടയം കേന്ദ്രീകരിച്ച് മികച്ച ഇനം ഷീറ്റ് സംഭരിച്ചു. ചെറുകിട കർഷകർ റബ്ബർ ഷീറ്റും ലാറ്റക്സും കൂടുതലായി വിൽപ്പനയ്ക്ക് എത്തിച്ചത് കണ്ട് വ്യവസായികൾ നിരക്കുയർത്താതെ ചരക്ക് ശേഖരിച്ചു. കുരുമുളക് വില തുടർച്ചയായ 4ാം ദിവസവും മാറ്റമില്ലാതെ നിലകൊണ്ടു. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് നേരിട്ട് ചരക്ക് സംഭരിക്കുകയാണ്. ഇനി കാലാവസ്ഥ. പ്രധാന നഗരങ്ങളിൽ രേഖപ്പെടുത്തിയ താപനില: കണ്ണൂർ കൂടിയ താപനില 34.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.4, 25.5. കൊച്ചി 31.8, 25.6. ആലപ്പുഴ 33, 25.4. പുനലൂർ 33.2, 23.4. തിരുവനന്തപുരം കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.